ഷിനിനെ തള്ളിയിട്ട സമയം കൈ ലൈറ്റായിട്ട് മുറിഞ്ഞായിരുന്നു. ഹാനിപ്പോ അവന് മരുന്നെല്ലാം വെച്ച് സംസാരിക്കുമ്പോൾ ലിയോൺ ആണെങ്കിൽ മാറി നിൽക്കും. ഞാൻ അവിടെ വരാൻ കാരണം ഗ്ലോറി എന്റർടൈൻമെന്റിലാണ് എന്റെ പുതിയ ക്ലയന്റ് ഉള്ളത്. അല്ല നിനക്കെന്താ അവിടെ കാര്യം ചോദിച്ചാ ഞാനും ഇവിടെ ഒരു ഡാൻസറെ കാണാൻ വേണ്ടി വന്നതാ. അവൻ കള്ളം പറഞ്ഞതാണെന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ പൊക്കി. ഇന്ന് അവിടെ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ലായിരുന്നല്ലോ. സോ ഇവൾക്ക് നന്നായിട്ട് ഡൗട്ട് വരും. സോ CCTV എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പോയാ ഷിന്നിനെതിരെ സെക്യൂരിറ്റിക്കും കംപ്ലൈന്റ് ഉണ്ട്. നോക്കവൻ എന്റെ കൈ പിടിച്ച് കടിച്ചു മുറിച്ചു. പിന്നെ ആ വീഡിയോസിലെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നോർമലായിരുന്ന ഷിനിൻ പെട്ടെന്നാണ് ഒരു ഗേളിനെ പോലെ ബിഹേവ് ചെയ്തത്. അവന്റെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഹാനന്റെ മനസ്സിൽ. അവൻ എന്തിനാ ജോഗിനെ ഫോളോ ചെയ്യാൻ കാരണം? ഇവര് തമ്മിൽ മുന്നേ എങ്ങാനും അറിയോ? അവന്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോ മ്യൂസിക് കോപ്പി അടിച്ചതിന്റെ പേരിൽ ചെറിയ ചെറിയ കേസൊക്കെ ഉണ്ട്. ഷിനിന്റെ അമ്മയാണെങ്കിൽ ആ ഓഫീസിലുണ്ട്. ആ അമുലറ്റിൽ അവന്റെ അച്ഛന്റെ ഏതായിരിക്കും എന്നിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രീസ്റ്റ് വാൺ ചെയ്യുന്നത്. വേണ്ട, അത് ചിലപ്പോ അവന് ആപത്തുണ്ടാവും. അല്ല, ഈ പ്രീസ്റ്റ് എന്തിനാ ഈ ഓഫീസിലോട്ട് വന്നേന്ന് ചോദിച്ചാ ഷിൻ അദ്ദേഹത്തെ കാണാൻ വന്നായിരുന്നോ? അവന് മാത്രം എന്തേ ഗോസ്റ്റിനെ കാണാനുള്ള എബിലിറ്റി കിട്ടിയത്? അതവിടെ നിന്ന് കിട്ടിയെന്നറിയണം. പണ്ടത്തെ ശവൻ യൂസ് ചെയ്ത ടേബിള്, അവിടെ ഒരു ബേണറിന് തീ കൊടുത്തേ പിന്നെയാണ് ഈ സംഭവങ്ങളുടെ എല്ലാത്തിന്റെയും തുടക്കം. അപ്പോ ആ ബേണർ തപ്പിയാണ് പ്രീസ്റ്റ് വന്നത്. എന്നാൽ അതിപ്പോ നോക്കിയിട്ട് കാണാനില്ല. ഷിൻ തിരിച്ചു വരുന്ന വഴിയാണെങ്കിൽ ലിയോൺ കുറച്ച് സാഡാണ്. ചെറിയ മുറിവാണെങ്കിലും അവളുടെ അശ്രദ്ധ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അല്ല, നീ എന്തിനു വേണ്ടി ജോങ്ങിന്റെ പുറമെ അത്ര ഇന്റൻസ് ആയിട്ട് ഓടിയെന്ന് ചോദിച്ചാ അവള് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കേട്ട റിംഗ് ടോണാ. അത് അവന്റെ ഫോണിൽ നിന്നായിരുന്നു. ഏകദേശം ഒരു കണക്ഷൻ കിട്ടി വരുന്നോ. വീടെത്തി കുഞ്ഞിക്കറുപ്പ് ഓടി വന്ന് ആദ്യം കാണുന്നത് അവന്റെ കയ്യിലെ മുറിവ്. അങ്കിളിന് ഇത് എന്തു പറ്റി? പിന്നെ ബോങ്സ് അറിഞ്ഞോ, ചേച്ചി അറിഞ്ഞോ, ലാസ്റ്റ് അമ്മയും അറിയും. എല്ലാവർക്കും അവനോട് എന്ത് കാര്യമെന്നറിയോ? പക്ഷെ എല്ലാവരോടും അവൻ പറയും ഇതൊരു കുഞ്ഞു മുറിവല്ലേ, സാരില്ലെന്ന്. പേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടോടാ? ഗോസ്റ്റിന്റെ പണിയാണോന്ന് അമ്മയാണെങ്കിൽ ബോങ്സിന്റെ അടുത്ത് അന്വേഷിച്ചിട്ട് വാടാന്ന് പറയുന്നത് ചേച്ചിയും കേട്ടു. ഇവരെന്തിനെ പറ്റി ഇപ്പൊ സംസാരിച്ചെന്നറിയാതെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമ്പോ രണ്ടുപേർക്കും നല്ല കള്ളത്തരം. ഒരു വഴി കിട്ടിയിട്ടുണ്ട്. ഷിന്നിന്റെ കാറിലെ ഡാഷ് ക്യാമിലെ വീഡിയോസ് ആണ് അവരിപ്പോ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ജോങ്ങ ഇവരുടെ വോക്കൽ കോച്ചാണ്. അവന്റെ പിന്നാലെ ആദ്യം വന്നത് ഹാനാണ്. രണ്ടാമത് ഷിൻ, അതായത് ഷിന്നിന്റെ ബോഡിയിലെ ലിയോൺ. ബോങ്സും അങ്ങോട്ട് ഓടി വരും. ഈ ലിയോൺ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നല്ലോ. എന്നൊരു ഹായ് കൊടുക്കാന്ന് വെച്ചാ അവൾ ഇവിടെ നിൽക്കുന്നു. അവനാണെങ്കിൽ തെക്കോട്ട് നോക്കിയാണ് ഹായ് പറയുന്നത്. ജോങ് ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തു കൊടുക്കാറുണ്ട്. ആള് നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്നൊക്കെ ഇവള് പറയുമ്പോ ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു മെയിൽ ID വേണമല്ലോ. ID ആൻഡ് പാസ്വേഡ് തരാൻ പറയും. ഷിൻ അത് വെച്ച് അക്കൗണ്ടിൽ കയറി നോക്കിയാ അതിലെ ലൊക്കേഷൻ കാണിച്ചത് ജോങ്ങിന്റെ വീട്ടിലും. അതായത് ആ ഒരു ഫോൺ ഇപ്പൊ അവന്റെ കയ്യിലാണ് ഉള്ളത്. അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവന്റെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യണം. വേട്ടയടി വേണം നരികളല്ല ഫുഡ് കഴിക്കാൻ. അതല്ല ആരേലും എന്തേലും ഫുഡൊക്കെ തന്ന് വളർന്ന് ശീലിച്ചാ അത് വളർത്തു നായക്ക് സമമാവും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ആ ഗ്യാങ്സ്റ്ററെ പോയി കണ്ട് കേസ് ഹിസ്റ്ററി ഫയലെല്ലാം കൊടുക്കും. നിന്നാരെ ഇത്രയും തല്ലിയെന്നൊക്കെ ചോദിച്ചാ ലിയുടെ പേരാണ് അവൻ ആദ്യം പറയാ. കാരണം അന്ന് ഷിനിന്റെ ബോഡിയിൽ അവനായിരുന്നല്ലോ. എന്തോ ശക്തി അവനിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്നൊക്കെ ഇവൻ പറഞ്ഞ ഡോക്ടർ ആണെങ്കിൽ ഒരുമാതിരി നോട്ടം. കാരണം ലീ മരിച്ചുപോയ ഒരു വ്യക്തിയാണല്ലോ. പ്രീസ്റ്റ് ആണെങ്കിൽ ആ ബിൽഡിംഗിൽ മുന്നേ താമസിച്ച ഷമാൻ ഏതാ എവിടെയാന്നറിയാൻ വേണ്ടി ഒരു ബ്രോക്കർ വഴി അന്വേഷണത്തിലാണ്. ഇവിടെ ലിയോൺ, ബോങ്സു, ഷിന്ന എല്ലാവരും കൂടെ ജോങ്ങിന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെ നിക്കാണ്. ആദ്യം അവള് പോയിട്ട് എന്തേലും എവിഡൻസോ ക്ലൂ എന്തേലും കിട്ടുമെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റിംഗ് ആണ്. കുറെ നേരമായിട്ട് ലിയോൺ മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് അടുത്തതായിട്ട് ഷിന്ന് പോയി നോക്കാന്ന് വിചാരിക്കും. ഒളിച്ചും പാത്തും ഒരു വിൻഡോ തുറന്ന് അകത്തേക്ക് കയറിയാൽ ലിയോൺ അവിടെ തന്നെ നിക്കുന്നുണ്ട്. താഴെ തന്നെയായിട്ട് ജോങ്ങും. ഒരു മ്യൂസിക് എല്ലാം പ്ലേ ആക്കി അവൻ എന്തോ കമ്പോസിംഗിലാണ്. എന്താ നിനക്ക് പറ്റി? എന്താ ഇവിടെ നിക്കുന്നേന്ന് ചോദിച്ചാ അവനിപ്പോ വായിച്ചോണ്ടിരിക്കുന്ന മ്യൂസിക് ലിയോന്റെ മ്യൂസിക് ആണ്. അതിലെ വരികളെല്ലാം അവള് കഷ്ടപ്പെട്ട് തയ്യാറാക്കിയതാണ്. അത് കോപ്പി അടിച്ച് അവന്റെ ബെനിഫിറ്റ്സിന് വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജോങ്. അത് അവള് പാടിക്കൊടുക്കുന്നുണ്ട്. സെയിം വരി തന്നെ അവനും. പൈസയൊന്നും ഇല്ലാത്ത സാഹചര്യത്തെ ഓർത്ത് വിഷമിക്കാതെ കിട്ടിയ ടൈം എല്ലാവർക്കും അക്സെപ്റ്റ് ആവാൻ പറ്റുന്ന തരത്തിൽ പാട്ടിന്റെ വരികൾ എഴുതുന്നതും അതിന് ഈണം നൽകുന്നതും അവളുടെ ഹോബിയായിരുന്നു. അവളതെല്ലാം അവളുടെ ഫോൺ വഴിയാണ് ചെയ്തോണ്ടിരുന്നത്. ആ ഫോണാണ് ഇപ്പൊ ജോങ്ങിന്റെ കയ്യില്. അവനെ സോങ് ഇപ്പൊ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാല്. പക്ഷെ ലാസ്റ്റ് വരെ നോക്കുമ്പോ അതിൽ കാണാനില്ല. വന്ന ടെൻഷനിൽ അവൻ ആരെയും കോൾ ചെയ്യുന്നുണ്ട്. ഷിന്നിതെല്ലാം കണ്ടിട്ട് ഭയങ്കര അപ്സെറ്റ് ആയി പോയി. ഇവനായിട്ട് ഒരു പണി കൊടുത്തേ പറ്റോ. അവന്റെ കയ്യിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്. നമ്മുടെ ബോങ്സോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. അത് വെച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് എഴുന്നേക്കുമ്പോഴാണ് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത്. ലിയോൺ, നീ ഇങ്ങനെ സോങ് ഒക്കെ കമ്പോസ് ചെയ്യാറുണ്ടെന്ന് വേറെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇത് എമ്മ എന്ന ബെസ്റ്റ് ഫ്രണ്ടിന് മാത്രമേ അറിയുള്ളൂ. കോമ്പോസിഷന് വേണ്ടി പാടിയപ്പോഴൊക്കെ അവള് കൂടെ ഉണ്ടായിരുന്നു. ഒരു ആൽബം മേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവള് പുതിയ സോങ് എല്ലാം പാടുമ്പോ റെക്കോർഡ് ചെയ്തത് ഈ അമ്മയാണ്. നിനക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ അവളും കൂടെ നിൽക്കും. ജോങ് ഇപ്പൊ കോളിലുള്ള പേഴ്സണോട് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. ഈ സോങ് എല്ലാം വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. എനിക്ക് ഈ സോങ് വേണം. ഇതൊരു മാസ്റ്റർ പീസ് ആവാൻ പോലും ചാൻസ് ഉണ്ട്. അപ്പൊ ഷിന്ന് ഇവളോടായിട്ട് ചോദിക്കുകയാണ്, നിന്നോട് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ? നിനക്ക് അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടോ? അങ്ങനെ
ശത്രുക്കൾ ആരുമില്ല, പക്ഷെ ഡൗട്ട് ഉള്ളത് ഏബലാണ്. അവൾ എപ്പോഴും സ്റ്റെപ്പ് തെറ്റിച്ചതിന്റെ പേരിൽ ഞാൻ വഴക്ക് പറയാറുണ്ട്. ചിലപ്പോ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവൾക്ക് മാത്രമായിരിക്കും. ഞാൻ മ്യൂസിക്കിൽ ടൈമെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവളും കാണാറുള്ളതല്ലായിരുന്നു. എന്റെ ഫോണിൽ സോങ് ഒക്കെ ഉള്ള കാര്യം ചിലപ്പോ ഏബലിനും അറിയാമായിരിക്കും. ഇപ്പൊ ജോങ്ങിനെ തേടി ഹാനും അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കോളിംഗ് ബെല്ല് കേൾക്കുമ്പോഴേ അവൻ ശല്യം എന്നാണ് പറയാ. അവളോട് സംസാരിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ അവള് വരും. CCTV വിഷ്വൽസിൽ നീയും ചെന്നും തമ്മിൽ എന്താ സംസാരിച്ചില്ലേ, അതെന്തായിരുന്നു എന്ന് അറിയാനാണ് അവള് വന്നത്. പക്ഷെ ചോദിക്കുമ്പോ അത് മാത്രമൊന്നുമല്ല, ലിയോൺ മരിക്കുന്ന ടൈമിൽ നീ ആ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നില്ലേ, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോന്ന് ചോദിച്ചാ അവനാണെങ്കിൽ തിരിച്ചു ചോദിക്കും, നീ പോലീസാണോ? അല്ലല്ലോ. അപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ബിസിയാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവും. എല്ലാരും പോയിന്ന് വിചാരിച്ചാണ് ഷിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ ഹാൻ അവന് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ഞാൻ നിന്നെ വണ്ടി പാർക്ക് ചെയ്തത് വരുന്ന വഴി കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ഞാനിപ്പോ ജോങ്ങിനെ വിളിക്കും, അത് മാത്രല്ല പോലീസിനും വിളിക്കും. സോ അവന് സത്യം പറയാണ്, ജോങ് കള്ളനാണ്. അവനറിയാം ലിയോണിന് എന്താ സംഭവിച്ചെന്ന്. അവന്റെ അടുത്ത് ലിയോണിന്റെ ഫോൺ ഉണ്ടെന്നൊക്കെ ഇവൻ പറഞ്ഞാ നീ എന്താ കഥയുണ്ടാക്കുവാണോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളല്ലേ. എനിക്കിപ്പോ തീരെ സമയമില്ല. എമ്മ അപകടത്തിലാണ്. അവൻ ആ സോങ് സ്വന്താക്കാൻ വേണ്ടി എമ്മയെ അപകടപ്പെടുത്താനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിന്നെ ഹെൽപ്പ് ഒക്കെ ചെയ്യാം, പക്ഷെ ഒരു കാര്യം, നിന്നാരെ ഹെൽപ്പ് ചെയ്യണേന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയണം. അവനത് സമ്മതിച്ച് അവളുടെ കാർ എടുത്തോണ്ടാണ് ചേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുവിധം നൈറ്റ് ആയപ്പോ എമ്മയുടെ കാറ് കണ്ടെത്തി. അവളോട് പോയി സംസാരിക്കുകയാണ്. പെട്ടെന്നൊരു വക്കീലെന്ന് പറഞ്ഞ ഒരാൾ വന്ന് അവളും പേടിക്കില്ലേ, നീ ആരാ, ദൂരെ നിന്ന് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ലിയോണിന്റെ ഫോണിൽ അവള് പുതുതായിട്ട് തുടങ്ങാൻ വെച്ച ആൽബം സോങ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, നീയാണ് അവൾക്ക് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തെന്ന് അറിഞ്ഞല്ലോ, ശരിയാണോന്ന് ചോദിച്ചാ അതെ സത്യം, പക്ഷെ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അവളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പോ, ജോങ്ങാണ് നിന്റെ ഫ്രണ്ടിന്റെ മരണത്തിന് കാരണം, അവന് വേണ്ടത് ആ സോങ് ആയിരുന്നു. അതിനിപ്പോ ഒരു സാക്ഷി നീ ആയതുകൊണ്ട് നിന്നെ അവൻ കൊല്ലാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ അവളുടെ കയ്യിലിപ്പോ ആ ഇലക്ട്രിക് ഷോക്ക് ഡിവൈസ് ഇല്ലേ, അത് വെച്ചു കൊടുക്കുവാണ്. അവൻ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ മറ്റോ ചെയ്താൽ നീ നിന്റെ സേഫ്റ്റി നോക്കണം. ഈ ടൈം ജോങ്ങിന്റെ കാർ അവിടേക്ക് എത്തുന്നുണ്ട്. അശ്വിൻ തിരിഞ്ഞു നടന്നപ്പോ അവനെ ആരും അടിച്ചു വീഴ്ത്തി. ബോധം മറിഞ്ഞവൻ താഴെ വീണു. അത് ആരാന്നറിയോ? എമ്മ. അതെ, ഇവളാണ് വെള്ളത്തി. ജോഗിനോടായിട്ട് അവൾ എന്താ പറയണെന്നറിയോ? ഇവൻ ഏതാ? ലിയോൺ മരിച്ച സമയം നീ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവനോട് ആരാ പറഞ്ഞ്? ശരി, ലിയോണിന്റെ ഫോൺ എവിടെ? അതിന് നീ വെക്കണ്ട, അത് നിനക്ക് ആപത്താന്ന് പറഞ്ഞ അവൾ ആ ഫോൺ വാങ്ങാൻ നോക്കുമ്പോ അവനെ അത് എടുത്ത് കൊടുക്കും. ആ ടൈമിൽ കറക്റ്റ് ഷിൻ എഴുന്നേറ്റ് വന്നത് തട്ടിപ്പറിക്കും, അതും ഗ്ലൗസ് ഒക്കെ ഉള്ള കൈകൊണ്ട്. എമ്മ ആൻഡ് ജോങ് രണ്ടിന്റെ ഫിംഗർ പ്രിന്റ്സ് ആ ഫോണിലുണ്ട്, അതും ക്ലിയർ എവിഡൻസ് ആണ്. മാത്രല്ല ഇലക്ട്രിക് ഷോക്ക് എന്തിനാ കൊടുത്തതെന്നറിയോ? അതിന്റെ ബാറ്ററി എല്ലാം ഊരിയിട്ടാണ് അവൾക്ക് കൊടുത്തത്. രണ്ടുപേരും ഇവളെ കാണാനായിട്ട് വരുമ്പോ സ്കോർ ഷീറ്റ് കിട്ടി, അതായത് കോമ്പറ്റീഷന്റെ. അതില് ഫൈനൽ 7ലേക്ക് സെലക്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ എമ്മ ഇല്ല. അവളുടെ റാങ്ക് 8ാമത്തേതായിരുന്നു. ടീമിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ മാത്രമേ അവൾക്ക് ഫൈനലിലേക്ക് കയറാൻ പറ്റുള്ളൂ. അത് അറിഞ്ഞപ്പോ തന്നെ ഇവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായതാണ്. ആ ഇലക്ട്രിക് ഷോക്കിന്റെ ബാറ്ററി ഊരിയിട്ടാണ് അവൾക്ക് കൊടുത്തത്. ജോങ് ഇപ്പൊ ഓടി രക്ഷപ്പെടാൻ നോക്കിയ ബോങ്സ് അങ്ങോട്ട് വരും. ഇതൊക്കെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഞാനേ പോലീസ്, മര്യാദക്ക് നീ അടങ്ങി നിന്നോ. ഈ ടൈം എമ്മ ഓടി രക്ഷപ്പെടാൻ നോക്കിയ അവളുടെ പിന്നാലെ ലിയോൺ ഉണ്ടല്ലോ. പിന്നാലെ തന്നെ ഷിന്നും വരും. നീ എന്തിനാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇത് ചെയ്തേ? അതറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചത് ലിയോൺ ആണ്. ഫ്രണ്ടോ? എന്റെ ഫ്രണ്ടോ? ലിയോൺ എന്റെ ഫ്രണ്ട് ആവാൻ എന്ത് യോഗ്യതയാണുള്ളത്? അവള് തന്നെ ഒരു തെരുവിന്ന് വന്ന പെണ്ണ്, ഡ്രസ്സും ബാഗും എല്ലാം തന്നെ ലോക്കൽ. ടേബിളായിട്ട് അവരെന്നും വഴക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ കൂട്ടുകൂടും. ദേഷ്യപ്പെട്ടവനൊക്കെ സോറി ചോദിച്ച എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ട് മാറി. ടീമിൽ അവൾ ഉയർന്നു വന്നോണ്ടേയിരുന്നു. കോമ്പറ്റീഷനിൽ ഇന്നലെ കയറി വന്ന ഒരുത്തി സെക്കൻഡ് സ്കോറി വാങ്ങി നിൽക്കുമ്പോ എനിക്ക് അവളുടെ മുഖത്ത് ആ ചിരി അതില്ലാതാക്കണം എന്ന് തോന്നി. എനിക്ക് അവളുടെ കഴിവുകളിലൊക്കെ ജലസായിരുന്നു. എന്താന്ന് വെച്ചാ എന്നെ കൊണ്ട് പറ്റാത്തതെല്ലാം അവള് നേടിക്കാണിച്ചു. അവളുടെ കൂടെ നിന്ന സോങ് എല്ലാം ഓരോന്നായിട്ട് ഞാൻ എന്റെ കൈക്കലാക്കി. അതെല്ലാം ജോങ്ങിനെ കാണിച്ചു കൊടുത്ത എല്ലാം ഞാൻ എന്റെ ഫ്രീ ടൈമിൽ ചെയ്ത സോങ്ങാ, നിനക്ക് വേണമെങ്കിൽ തരാന്ന് പറഞ്ഞ് അവൻ ഇംപ്രസ് ചെയ്യാൻ നോക്കി. അവന് സന്തോഷമായിരുന്നു. ആ സോങ് എല്ലാം കിട്ടുന്നോണ്ട് അവൻ അത്രയും സന്തോഷം. അത് കഴിഞ്ഞാണ് ലിയോമിനെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടീസ് എല്ലാം ഞാൻ തുടങ്ങിയത്. ടീംമേറ്റ്സിന്റെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ തമ്മിൽ പിരിച്ചു. ഞാൻ അവളുടെ കൂടെ നിന്നത് ഫ്രണ്ട് ആയിട്ടൊന്നുമല്ല, അവളുടെ പതനം കാണാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് ആ റൂഫിലേക്ക് അവളെ കാണാൻ വേണ്ടി ഞാൻ ചെന്നത്. നോക്കുമ്പോ അവൾ അത്രയും മതി മറന്ന് സന്തോഷിക്കുന്നു. ടീമിൽ നിന്ന് പുറത്താക്കിയിട്ട് അവൾ ഇത്രയും സന്തോഷിച്ചത് അതെന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. മനസ്സിനോട് പറഞ്ഞു അവളെ തള്ളിയിട്ട് കൊന്നേക്ക്. ഒരൊറ്റ പുഷ് അവള് നിലത്തേക്ക് വീണു. തീർന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ജോങ് ഈ കാഴ്ച കണ്ടോണ്ട് അങ്ങോട്ട് വന്നത്. നീ എന്തേ ചെയ്ത? ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. പക്ഷെ അമ്മ പ്ലേറ്റ് മാറ്റി. നീയല്ലേ അവളെ കൊന്നത്, അപ്പൊ നീ തന്നെ പോലീസിനെ വിളിച്ച് കീഴടങ്ങാൻ പോവാ? എന്തിനാ ചെയ്തെന്ന് കൂടി അവള് പറഞ്ഞു കൊടുക്കും. നീ അവളെ സോങ് എല്ലാം തന്നെ അടിച്ചു മാറ്റി. അത് നിനക്ക് അത്യാവശ്യമായിരുന്നു. കരിയറിൽ ഉയർന്നു വരാൻ വേണ്ടി നീ അവളെ കൊന്നതാണ്. ആ സോങ് എല്ലാം തന്നെ അവളുടേതാ.
ഞാൻ ഇങ്ങനെ തന്നെ കരഞ്ഞു പറയും പോലീസിന്റെ അടുത്ത്. അപ്പൊ പോലീസ് ആരെയെ വിശ്വസിക്കാം, നിന്നെയോ എന്നെയോ? ആക്ച്വലി അവള് ജോങ്ങിനെ കൂട്ടുപിടിച്ചതാണ്, ഇതാരോടും പറയാതിരിക്കാൻ വേണ്ടിയും അവൾക്ക് സേഫ് ആവാൻ വേണ്ടിയും. ഇത്ര ചെറിയ മനസ്സാണോടി നിന്റെ? ഷിന്നിന്റെ ബോഡിയിൽ ഇപ്പൊ ലിയോൺ പ്രോസസ് ആയി. അവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ എമ്മ തിരിച്ചും തല്ലും. ആ ടൈമിലാണ് ഹാൻ വരുന്നത്. ഒരു കൊലയാളിയെ കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ നോക്കുവാണ്. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞപ്പോ ഷിൻ ആ ഫോൺ എടുത്ത് നോക്കും. പല സ്ഥലങ്ങളിലുള്ള ആളുകൾ അവളെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ മെസ്സേജസ്. ഇനി നമുക്ക് വേണ്ടത് നിന്റെ അമ്മയുടെ ഫോൺ നമ്പർ ആണ്. ആള് കാണണമെന്ന ആഗ്രഹം പറഞ്ഞായിരുന്നില്ലേ, അത് നമുക്ക് സാധിച്ചു കൊടുക്കണം. കട്ട് ചെയ്ത ലിയോന്റെ അമ്മേനെ കാണിക്കുകയാണ്. ആൾക്ക് ശരിക്കും കണ്ണ് കാണില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കൊരു ബ്ലർ വിഷൻ ആണ് ഉള്ളതെങ്കിൽ ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഫുൾ ബ്ലൈൻഡ് ആയിട്ട് മാറും. ലിയോണും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. 18 വർഷം മുമ്പ് വൈറൽ കെരാറ്റൈറ്റിസ് അങ്ങനെ ഒരു അസുഖം ബാധിച്ചാണ് ആളുടെ കാഴ്ച കുറഞ്ഞു തുടങ്ങിയത്. വളരെ മങ്ങിയ വിഷം മാത്രമേ ഉള്ളൂ. 1 വയസ്സായപ്പോ കുഞ്ഞിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കണ്ണ് ശരിക്കും കാണില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ചൂടുവെള്ളം ബോട്ടിലേക്ക് പകർത്തിയത് മാറിപ്പോയി. താഴെ നിന്ന് കുഞ്ഞിന്റെ മേളിലേക്ക് വീണു. കുഞ്ഞു ലിയോന്റെ ഫേസ് എല്ലാം തന്നെ പൊള്ളി. ഇതുപോലെ കുറെ ഇൻസിഡൻസ് ആയപ്പോ ഗ്രാൻഡ്മയെ വിളിക്കാനും തീരുമാനിക്കുകയായിരുന്നു. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ആരെ ജോലി കൊടുക്കുക, അത് മാത്രമല്ല അവളെങ്ങനെയാ കുഞ്ഞിനെ നോക്കുക? അങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണമാണ് അവളെ ഗ്രാൻഡ്മയുടെ അടുത്ത് ഉപേക്ഷിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ഭയങ്കര സങ്കടമുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോ. എന്നാൽ ഇപ്പൊ അവളൊരു ആഗ്രഹം പറയാണ്. എന്റെ ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ണും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രിസർവ്ഡ് ആണ്, അതെന്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക്, കാഴ്ച തിരിച്ചു കിട്ടൂലോ. സ്വന്തം ഫാമിലിക്ക് തന്നെ ഡൊണേറ്റ് ചെയ്തോണ്ട് അതിന് ഫോർമാലിറ്റീസും കുറവാണ്. ലിയോണിനും സന്തോഷമായി. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ആൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഗ്രാൻഡ്മയുടെ ഫേസ് ആണ് ആദ്യമായിട്ട് കണ്ടത്. ഇങ്ങനെ ഒരു വിധി കിട്ടിയത് ആൾക്കും ഭയങ്കര സങ്കടമായി പോയി. അമ്മേനെയും ഗ്രാൻഡ്മേനെയും അവള് കണ്ണിറയെ കണ്ടു. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ഹാനിന്റെ അടുത്ത് പ്രോമിസ് ചെയ്തായിരുന്നല്ലോ ആരും നിന്നെ സഹായിക്കുന്നേന്ന് അവളോട് തുറന്നു പറയാമെന്ന്. ഗോസ്റ്റ് ആണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? എന്താന്ന്? സത്യാണ്, എനിക്ക് ഗോസ്റ്റിനെ കാണാൻ പറ്റും. ആദ്യം വന്നത് ലീയുടെ ആത്മാവാണ്, അത് കഴിഞ്ഞ് വന്നത് ലിയോന്റെ ആത്മാവ്. എന്റെ ഓഫീസ് തന്നെ ഒരു പ്രേതാലയാ. ഹാനാണെങ്കിൽ അപ്പോഴും അവിടുന്ന് സ്കൂട്ടായി. ഇങ്ങനത്തെ ഒക്കെ കഥ കേട്ട ആരും ഓടിപ്പോവാതിരിക്കുക. ഇതെല്ലാം തന്നെ ലിയോന്റെ ഫാൻസ് അവൾക്ക് വേണ്ടി എഴുതിയ കണ്ടോളൻസ് ആണ്. അവളുടെ കല്ലറയ്ക്ക് മുന്നിൽ ഒരുപാട് ബൊക്കെ, ഫ്ലവേഴ്സ്, എന്തിന് ഇപ്പോഴും ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഗുഡ് ബൈ പറഞ്ഞ് പോകാനുള്ള സമയമായി. കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം ബോങ്സൂനാണ്. ആകാശത്തേക്ക് നോക്കി ബായ് കാണിക്കുകയാണ്. ആക്ച്വലി അവള് പോയിട്ടില്ല, ഇവർക്ക് നേരത്തെ നിൽക്കുന്നുണ്ടായിരുന്നു. ഷിൻ അവരെ തിരിച്ചു നിർത്തി അവളെ കൊണ്ട് ബായ് എല്ലാം പറയിപ്പിക്കും. പതിയെ പതിയെ ആ ഓംലറ്റ് കത്തുന്നതിനനുസരിച്ച് അവള് മാഞ്ഞു പോവാണ്. ഈ വേൾഡിൽ നിന്ന് സമാധാനത്തോടെ തന്നെയാണ് യാത്രയാവുന്നത്. ഹാനാണെങ്കിൽ ഇപ്പൊ അവളുടെ സിസ്റ്റർ അടക്കിയ സ്ഥലത്താണ്. അവൾക്ക് ഇപ്പൊ ഷിൻ അയച്ചു കൊടുത്ത മ്യൂസിക് അത് ലിയോന്റെ സോങ് ആണ്. അതാണെങ്കിലോ മനസ്സിനെ ശാന്തമാക്കുന്ന വരികളും ഈണങ്ങളും. ഹാനും സിസ്റ്റർ എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും ഒരേ ക്ലാസ്, ഒരേ പ്രായം. ഒരാൾക്ക് മ്യൂസിക്കിനോടെല്ലാം വലിയ കമ്പായിരുന്നു. ആ മെമ്മറീസ് എല്ലാം ആലോചിച്ച് തിരിച്ച് ഓഫീസിൽ എത്തുവാണ്. ഡോക്കിങ്ങിന് പോയി മീറ്റ് ചെയ്യും. നിന്റെ അച്ഛൻ ഈ കമ്പനിയുടെ ചെയർമാൻ തിരിച്ചു വരുമ്പോഴേക്കും ആളെ സന്തോഷിപ്പിക്കാൻ ഒരു കേസുണ്ട്. ഒരുപാട് മീഡിയ അറ്റൻഷൻ എല്ലാം കിട്ടിയ കേസാണ്. ആ കേസ് ഷീറ്റിലെ ഫോട്ടോയിൽ കാണുന്ന അതേ ആളാണ്. ആള് വീട്ടിലേക്ക് വന്നപ്പോ റൂമിൽ ആരോ അവനെ എയിം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് തലക്കടിച്ചാണ് വീഴ്ത്തിയത്. മരണം സംഭവിച്ചു. ഉടൻ തന്നെ ലീയുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു അമലറ്റ് അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തിളങ്ങുവാണ്. ഈ കേസും അവന്റെ കയ്യിൽ തന്നെ എത്തിയെന്നർത്ഥം.